ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ പോവുക എന്നുള്ളതിനെ ഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എല്ലാവർക്കും അറിയാം, പോവുക എന്നതിനെ നമ്മൾ ഗോ എന്ന് പറയും. പോയി എന്നുള്ളതിന് നമ്മൾ വെൻറ്റ് അല്ലെങ്കിൽ ഗോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പോവുക എന്നുള്ളതിന് ഗോ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പോവുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പല രീതിയിൽ നമ്മൾ ഒരാളോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയാണ് നീ പോകണം എന്ന് പറയാണ്, നീ പോകണം എന്ന് പറയാണ്. സാധാരണ രീതിയിൽ ഒരു നിർദ്ദേശമായിട്ട് പറയാണ് നീ പോകണം. ഇനി ഒരാൾ നിർബന്ധിച്ചിട്ട് പറയാണ് നീ എന്തായാലും പോകണം, നീ എന്തായാലും പോകണം. അതുപോലെ തന്നെ എങ്ങനെ പറയാണ് നീ പോകരുതായിരുന്നു, നീ പോകരുതായിരുന്നു. നേരെ തിരിച്ചും പറയാണ് നീ പോകണമായിരുന്നു, എന്തുകൊണ്ട് പോയില്ല അല്ലേ? നീ പോകരുതായിരുന്നു, എന്തിനു പോയി? നീ പോകണമായിരുന്നു, എന്തുകൊണ്ട് പോയില്ല? ഇതുപോലെ പറയാണ്. അതുപോലെ തന്നെ ഒരാൾ പെർമിഷൻ കൊടുക്കുകയാണ്, നിനക്ക് പോകാം, നിനക്ക് പോകാം. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ് നീ പോകുന്നതാണ് നല്ലത്, നീ പോകുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ് നീ എന്തിനാ പോയത്, നീ എന്തിനാ പോയത്? അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായ ശൈലികളാണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഈ ഗോ എന്നുള്ള വാക്ക് പ്രധാന വാക്കായി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായ ഒരു വീഡിയോ ആണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പോവുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്നുള്ള വാക്കാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപയോഗിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് പെർമിഷൻ കൊടുക്കുകയാണ്, നിനക്ക് പോകാം, നിനക്ക് പോകാം. എങ്ങനെയാണ് ഇത് പറയുന്നത്? യു മേ ഗോ, യു മേ ഗോ, നിനക്ക് പോകാം, യു മേ ഗോ. ഇനി അതുപോലെ തന്നെ ഒരാൾ പറയാണ് പെർമിഷൻ കൊടുക്കുകയല്ല, നിർബന്ധമായിട്ടും പോകണം എന്ന് പറയാണ്, നീ എന്തായാലും പോകണം, നീ എന്തായാലും പോകണം. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. യു മേ ഗോ എന്നല്ല പറയുന്നത്, യു ഷുഡ് ഗോ, യു ഷുഡ് ഗോ. നീ എന്തായാലും പോകണം, അതിൻ്റെ കടമയാണ്, നീ ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. യു ഷുഡ് ഗോ, യു ഷുഡ് ഗോ, നീ പോകണം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, യു മസ്റ്റ് ഗോ, നീ നിർബന്ധമായിട്ടും പോകണം, പോയില്ലെങ്കിൽ വളരെ അപകടമാണ്. യു മസ്റ്റ് ഗോ, നീ നിർബന്ധമായിട്ടും പോകണം. അപ്പോൾ യു ഷുഡ് ഗോ എന്നോ പറയാം, അല്ലെങ്കിൽ യു മസ്റ്റ് ഗോ എന്നോ പറയാം. നീ നിർബന്ധമായിട്ടും പോകണം എന്നുള്ള അർത്ഥമാണ് ഇവിടെ കിട്ടും. ഇനി ഇതന്നെ നമ്മൾ ഇങ്ങനെ പറയാണ്, നീ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും പോകണം, നീ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും പോകണം. അപ്പോൾ ഈ ഷുഡിൻ്റെ കൂടെ നമ്മളൊരു വാക്കുകൂടെ ചേർത്താൽ മതി, യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ, നീ തീർച്ചയായിട്ടും പോകണം, നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നീ പോകണം, പോകാതിരിക്കാൻ പറ്റില്ല. യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ, യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ, നീ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും പോകണം, ഇങ്ങനെ പറയും. അതുപോലെ തന്നെ ഒരാൾ പറയാണ് നിനക്ക് പോകുന്നതാണ് നല്ലത്, നിനക്ക് പോകുന്നതാണ് ഇപ്പോൾ നല്ലതെന്ന് പറയാൻ, പോകുന്നതാണ് നല്ലത്. എങ്ങനെയാ പറയാ? യു ബെറ്റർ ഗോ നൗ, യു ബെറ്റർ ഗോ നൗ, നീ ഇപ്പോൾ പോകുന്നതാണ് നിന്റെ തടിക്കും നമുക്കൊക്കെ നല്ലത്. യു ബെറ്റർ ഗോ നൗ, നീ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, യു ഹാഡ് ബെറ്റർ ഗോ നൗ, നീ പോകുന്നതാണ് ഏറ്റവും നല്ലത്. യു ഹാഡ് ബെറ്റർ ഗോ നൗ, നീ ഇപ്പോൾ പോകുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ് നീ പോയില്ലായിരുന്നോ, നീ പോയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചത് നീ പോയിട്ടുണ്ടാവുന്നതാണ്, നീ പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഡിഡിന്റ് യു ഗോ, ഡിഡിന്റ് യു ഗോ, നീ പോയില്ലായിരുന്നോ, ഡിഡിന്റ് യു ഗോ, നീ പോയില്ലായിരുന്നു എന്ന്. അവിടെ ഡിഡിന്റ് എന്ന് ചോദിച്ചത് ചെയ്തിട്ടില്ലായിരുന്നോ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഡിഡിന്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഡിഡിന്റ് യു ഗോ, നീ പോയില്ലായിരുന്നോ, ഡിഡിന്റ് യു ഗോ, നീ പോയില്ലായിരുന്നോ, നീ പോയില്ലായിരുന്നോ, ഡിഡിന്റ് യു ഗോ. അതുപോലെ തന്നെ ഒരാൾ പോയി, അതിനുശേഷമാണ് ഈ കാര്യം ഞാൻ അറിയുന്നത്, അവൻ പോകാൻ പാടില്ലായിരുന്നു അങ്ങോട്ട്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു നീ പോകരുതായിരുന്നു, നീ തീർച്ചയായിട്ടും അവിടെ പോകരുതായിരുന്നു, പോകാൻ പാടില്ലാത്തൊരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ നീ അവിടെ പോയത് ശരിയായില്ല, നീ പോകരുതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാ പറയുന്നത്? ഒരാളത് ചെയ്തു, ഒരാളവിടെ പോയി, പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന രീതിയാണെങ്കിൽ എങ്ങനെയാ പറയാ? യു ഷുഡിന്റ് ഹാവ് ഗോൺ ദെയർ, യു ഷുഡിന്റ് ഹാവ് ഗോൺ ദെയർ, നീ അവിടെ പോകാൻ പാടില്ലായിരുന്നു. യു ഷുഡിന്റ് ഹാവ് ഗോൺ ദെയർ, നീ അവിടെ പോകാൻ പാടില്ലായിരുന്നു. എന്തിനു പോയി? യു ഷുഡിന്റ് ഹാവ് ഗോൺ ദെയർ, നീ അവിടെ പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ എന്തിനു പോയി എന്ന് ചോദിക്കുകയാണ്. എന്തിനു പോയി അതെങ്ങനെ ചോദിക്കുക? വൈ ഡിഡ് യു ഗോ, വൈ ഡിഡ് യു ഗോ, ദെൻ വൈ ഡിഡ് യു ഗോ, പിന്നെ എന്തിന് നീ പോയി, ദെൻ വൈ ഡിഡ് യു ഗോ, പിന്നെ നീ എന്തിനു പോയി? യു ഷുഡിന്റ് ഹാവ് ഗോൺ ദെയർ, നീ അവിടെ പോകാൻ പാടില്ലായിരുന്നു. ദെൻ വൈ ഡിഡ് യു ഗോ, പിന്നെ നീ എന്തിനാ പോയത് എന്ന് ചോദിക്കണം. അപ്പോൾ നീ എന്തിനാ പോയത്? വൈ ഡിഡ് യു ഗോ. ഇനി അതുപോലെ തന്നെ ഇതിനെ മാറ്റി പറയാണ്, ചെയ്യേണ്ട കാര്യമായിരുന്നു, അയാൾ ചെയ്തില്ല, പോകേണ്ട നിർബന്ധമായിട്ട് പോകേണ്ട സ്ഥലമായിരുന്നു, പോകേണ്ട കാര്യമായിരുന്നു, പക്ഷെ അയാൾ പോയില്ല. യു ഷുഡ് ഹാവ് ഗോൺ, യു ഷുഡ് ഹാവ് ഗോൺ, നീ പോകണമായിരുന്നു, നീ പോകേണ്ടതായിരുന്നു, നീ പോകണമായിരുന്നു. യു ഷുഡ് ഹാവ് ഗോൺ, നീ പോകണമായിരുന്നു, പക്ഷെ നീ പോയില്ല, മോശമായി പോയി. യു ഷുഡ് ഹാവ്
ഗോൺ, നീ പോകണമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഗോ എന്നുള്ള വാക്ക് വെച്ചിട്ട് പറയാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് സെന്റൻസുകൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.